ഭൂരിഭാഗം ആളുകളും ഗൂഗിൾ ക്രോം ഉപയോഗിച്ചായിരിക്കും പല രീതിയിലുള്ള ബ്രൗസറുകൾ നടത്തുന്നത്. എന്നാൽ ഗൂഗിൾ ക്രോമിലെ നമ്മുടെ ഡാറ്റകൾ എത്രമാത്രം സേഫാണെന്നതിൽ നിങ്ങൾക്ക് വല്ല നിശ്ചയമുണ്ടോ? അതുമായി ബന്ധപ്പെട്ട പ്രധാനമായിട്ടുള്ള ചില സെറ്റിംഗ്സുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അഥവാ നിങ്ങളുടെ ഡാറ്റ നഷ്ടപ്പെടാതെ ഗൂഗിൾ ക്രോം ബ്രൗസർ എങ്ങനെ സേഫായി ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച്. അപ്പോൾ ഇങ്ങനെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഫോളോ ചെയ്യുക. ഇത്രകാലമായി ഈ സെറ്റിംഗ്സ് ഒന്നും അറിയില്ലായിരുന്നു ബ്രോ, പറഞ്ഞു തന്നതിന് താങ്ക്സ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ നല്ല രീതിയിൽ വീഡിയോ ഷെയർ ചെയ്യുക, അറിയാത്തവർ അറിഞ്ഞിരിക്കട്ടെ. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് ഈ സെറ്റിംഗ്സുകൾ ചെയ്യുന്നതെന്ന് നോക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാബിർ വരിക്കോടൻ. ഫേസ് ടൈം എന്നെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രൗസിംഗ് സേഫാക്കുക എന്നുള്ളത് മസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സെറ്റിംഗ്സ് ചെയ്യാൻ വേണ്ടി ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ശേഷം മുകളിൽ കാണുന്ന ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെറ്റിംഗ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് ശേഷം വരുന്ന വിൻഡോയിൽ നിന്ന് പ്രൈവസി ഗൈഡ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ലെറ്റ്സ് ഗോ എന്നുള്ളത് നൽകി മേക്ക് സെർച്ച് ആൻഡ് ബ്രൗസിംഗ് ബെറ്റർ എന്നുള്ളത് ഓഫ് ചെയ്ത് വെക്കുക. ഓൺ ചെയ്ത് വെക്കേണ്ട ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അതിൻ്റെ സെർച്ച് റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതേസമയം ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൂർണ്ണത ഇല്ലാതെയായിരിക്കും സെർച്ച് റിസൾട്ട് ലഭിക്കുന്നത് എങ്കിലും നമുക്ക് ആവശ്യമായ റിസൾട്ടുകളൊക്കെ അവിടെ ലഭിക്കും. പക്ഷേ ഓൺ ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായും അത് ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും ഒന്നുകൂടി നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കാം. ശേഷം വരുന്ന വിൻഡോയിൽ നമുക്ക് എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്നുള്ള മുകളിൽ കാണുന്ന ഈ ഭാഗം സെലക്ട് ചെയ്യുക. അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ബ്ലോക്ക് ഓൾ ദ ടൈം എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യുക. ശേഷം ഫിനിഷ് എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം ആഡ് പ്രൈവസി എന്നുള്ളത് നേരെ കാണുന്ന ഈ ഒരു ആരോ മാർക്ക് രീതിയിൽ കാണുന്ന ആ ഒരു ഐക്കൺ മുകളിൽ സെലക്ട് ചെയ്യുക. ശേഷം സൈറ്റ് സജസ്റ്റഡ് ആഡ് എന്നുള്ള ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്തതിന് ശേഷം സൈറ്റ് സജസ്റ്റഡ് ആഡ് ഓഫാക്കി തന്നെ വെക്കുക. ഞാൻ ഓൾറെഡി ചെയ്തത് കൊണ്ടാണ് ഇവിടെ ഓഫായിട്ടും മറ്റുള്ള ഓപ്ഷനുകളൊക്കെ നിങ്ങൾക്ക് കാണുന്നത്. അത് ഓഫായിട്ട് തന്നെ വെക്കുക. ശേഷം പുറകോട്ട് പോകുക. പുറകോട്ട് പോയി ഡൺ ഉള്ളത് നൽകിയതിന് ശേഷം കുറച്ചൊന്ന് താഴേട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ യൂസ് സെക്യൂർ DNS എന്നുള്ള ഓപ്ഷൻ കാണിക്കും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് മുകളിൽ കാണുന്ന യൂസ് യുവർ കറന്റ് സർവീസ് പ്രൊവൈഡർ എന്നുള്ളതായിരിക്കും ഉണ്ടാവുക. അതിന് താഴെ കാണുന്ന ചൂസ് അനദർ പ്രൊവൈഡർ എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ചെറിയൊരു ആരോ മാർക്ക് കാണാം. അതിൽ സെലക്ട് ചെയ്തുകൊണ്ട് ക്ലൗഡ് ഫ്ലെയർ എന്നുള്ളത് തന്നെ സെലക്ട് ചെയ്ത് വെക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രൗസിംഗ് ഡാറ്റകൾ സേഫ് ആയിരിക്കും. ഒരു സെറ്റിംഗ്സ് കൂടി നമുക്ക് ചെയ്യാനുണ്ട്. പുറകോട്ട് പോയി സെൻഡ് ഡു നോട്ട് ട്രാക്ക് റിക്വസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം അത് ഓഫായിട്ട് തന്നെ വെക്കുക. അത് നിങ്ങൾ ഫസ്റ്റായിട്ട് ഉപയോഗിക്കുമ്പോൾ ഓണായിട്ടായിരിക്കും ഉണ്ടാവുക. ഓഫ് ചെയ്ത് വെക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രൗസിംഗ് വളരെ സേഫായിരിക്കും. എന്തായാലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. അറിയാത്തവർ അറിഞ്ഞിരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും മറ്റ് നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തറിയിക്കുക. അപ്പോൾ എന്തായാലും പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.